ഇല്ല അതിൽ അങ്ങനെ തന്നെയാണ് ഇവരൊക്കെ എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവരൊക്കെ എന്നാണ് നിങ്ങൾ മാറ്റിക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹവുമായിട്ട് ഒരു തർക്കത്തിനും ഒരു സംവാദത്തിനും ഞാനില്ല. ഞാൻ പറയട്ടെ ഒരു വെല്ലുവിളിക്ക് ഞാൻ അദ്ദേഹത്തെ പോലുള്ള വലിയ ഒരു മഹാനായ ഒരാളുടെ വെല്ലുവിളിച്ചാൽ ആ വെല്ലുവിളി സ്വീകരിക്കാൻ പ്രാപ്തിയുള്ള ഒരാളല്ല ഞാൻ. എനിക്കത് താങ്ങില്ല. അദ്ദേഹം പറ്റില്ല എനിക്ക്. അദ്ദേഹം വളരെ വലിയ ഒരാളാണ്. അദ്ദേഹം സംസ്കാര സമ്പന്നനായ ഭയങ്കര നിലവാരമുള്ള ഒരാളാണ്. എനിക്കതെല്ലാം കുറവാണെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് വന്നിട്ട് ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് എന്നേക്കാൾ നിലവാരവും എന്നേക്കാൾ സംസ്കാരവും കൂടുതലുള്ള വളരെ മഹാനായ ഒരാളാണ്. അദ്ദേഹത്തിനെ പോലെ ഒരാൾ വന്ന് വെല്ലുവിളിച്ചാൽ നിങ്ങൾ അതിൻ്റെ യുക്തിയെക്കുറിച്ചൊന്ന് ആദ്യം ആലോചിക്കും. വെല്ലുവിളിച്ചാൽ അത് സ്വീകരിക്കാനുള്ള ആരോഗ്യം എനിക്കില്ല. ഞാൻ അതൊക്കെ അതൊക്കെ ഞാൻ അദ്ദേഹത്തുമായിട്ടൊന്ന് ഏറ്റുമുട്ടാൻ ഞാനില്ല. അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്, ഞാനില്ല. അതെന്ത് വേണേലും പറഞ്ഞോട്ടെ. അതൊക്കെ എവിടെ നിന്ന് പറയില്ല. അതിന് മറുപടി ഇല്ലെന്ന്. അതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം, ആളുകൾക്ക്. ഇത് എല്ലാവരും ആളുകൾ ഇതൊക്കെ നോക്കി കാണുകയാണ്. 25 കൊല്ലം പറവൂർ MLA ആയിട്ടിരിക്കുന്ന എന്നെ നിയമത്തേക്ക് വന്ന് മത്സരിക്കാമോ എന്ന് വെല്ലുവിളിക്കുക. എന്നിട്ട് ഞാൻ അതിന് മറുപടി പറയുക. അത് കുറേ ദിവസം ആഘോഷിക്കുക. അപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കുറേ വിഷയം ചർച്ച ചെയ്യപ്പെടാതെ പോകും. ഇത് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയാണെന്ന് ഞാൻ കരുതുന്നില്ല. AKG സെൻറ്ററിലും അദ്ദേഹത്തിൻ്റെ വീട്ടിലും ഇരുന്ന് എനിക്കെതിരായി ദുഷ്പ്രചരണം നടത്തുന്ന ചില CPM നേതാക്കന്മാരുടെ ബുദ്ധി, അതിലൊന്നും ഞാൻ വീഴില്ല.